വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്ത്. വഖഫ് നിയമ ഭേദഗതിക്ക് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പറയാൻ NDA സംഘടിപ്പിക്കുന്ന പരിപാടി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യും. മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിവളപ്പിലെ സമരപ്പന്തലിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി മുനമ്പത്തെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമങ്ങളിലാണ് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരിട്ടെത്തുന്നത്. താങ്ക് യു മോഡി എന്ന് പേരിട്ട പരിപാടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. വഖഫ് ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്നുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും കേന്ദ്ര സർക്കാരിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാമെന്ന നിലപാടിലാണ് മുനമ്പത്തുള്ളവർ. ഞങ്ങളുടെ സമരപന്തൽ എന്തായിരുന്നു ആ സമരപന്തലിൽ തന്നെയാണ്. കാരണം ഞങ്ങൾക്കൊരു മാറ്റവുമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ സമരപന്തലിൽ ഞങ്ങൾ എങ്ങനെ ചെയ്തിരുന്നു അതിലേക്കൊരു അതിഥി വരുന്നു. പക്ഷേ വരുന്ന അതിഥി ഇത്രയും വലിയൊരു അതിഥിയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഇന്ത്യയിലെ 5ാം പൗരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലൊരു അതിഥി ഞങ്ങളുടെ ഈ കൊച്ചു സമരപന്തലിലേക്ക് വരുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങി NDA സംസ്ഥാന നേതാക്കളും ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കും. ന്യൂസ് 18 കൊച്ചി. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരു സമീപകാല ഓർമ്മയിൽ ഇതാദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് നന്ദി പറഞ്ഞ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നു. അതും പങ്കെടുക്കുന്നത് എറണാകുളത്തെ മുനമ്പം പോലെ ഒരു കൊച്ചു സ്ഥലത്ത്, അവിടെ ഒരുപാട് പേരെ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പരിപാടിയിൽ. അതായത് BJP പൂർണ്ണമായും ഈ മുനമ്പത്തെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നു എന്നൊരു പ്രതീതി അവിടുത്തെ സമരക്കാർക്ക് കൊടുക്കുകയും അതിനെ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മുനമ്പത്തുകാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ സമയത്ത്? ശ്രീജ, മുനമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ഭേദഗതി നിയമം അത് എങ്ങനെയാണ് തങ്ങൾക്ക് ഗുണകരമാകുന്നത്? തങ്ങൾക്കത് വളരെയധികം പ്രതീക്ഷകൾ തങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ രീതിയിലേക്ക് ഫലപ്രാപ്തിയിലെത്തുമോ എന്ന് ചെറിയ രീതിയിലെങ്കിലും അവിടെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹം കിരൺ റിജിജുവെ പോലുള്ള ഒരാൾ എത്തുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ മുഴുവനായും തന്നെ ഇതിനെ കാണുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംശയം ഇതിന് നിയമപ്രാബല്യമുണ്ടോ, അതിന് മുൻകൂർ പ്രാബല്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന സംശയങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വ്യക്തവും കൃത്യവുമാർന്ന ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് മുനമ്പത്തുകാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ മഹാസംഭവമാക്കി BJP അടക്കം മാറ്റുന്നുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യം അത് ആ രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. സത്യത്തിൽ മുനമ്പത്ത് വലിയ രീതിയിലുള്ളൊരു സമ്മേളനമാണ് നിശ്ചയിച്ചിരുന്നത്. അത് ഒരു ഭാഗത്ത് അവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമരപന്തലിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് ആ സമ്മേളന വേദിയിലേക്ക് എത്തുക, അത് ഒരുപക്ഷെ കുറച്ച് പ്രായോഗികമല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം മുഴുവൻ പേരെയും ഒരുപക്ഷെ ഈ സമ്മേളന വേദിയിലേക്ക്, പുറത്തൊരു സമ്മേളനം ആ രീതിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ അവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുവരിക, അത് അത്ര കണ്ട പ്രായോഗികമല്ല. കാരണം ഇപ്പോഴും അതിൽ ചില പ്രായോഗികമല്ലാത്ത ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ മുഴുവനായും ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ചില ചർച്ചകളുമെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇത്തവണ അതിൽ തുടക്കത്തിൽ ചിന്തിച്ചിരുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മുനമ്പത്ത് സമരവേദി എവിടെയായിരുന്നു അവിടേക്ക് എത്താം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ വന്നുകൊണ്ട് സമരവേദി സന്ദർശിക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമരവേദി സന്ദർശിക്കുകയും അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ BJP പറയുന്നത് അത് നന്ദി പറയുന്ന ഒരു വേദിയായി അത് മാറ്റുന്നു. മുനമ്പത്ത് സമരപന്തലിലുള്ളവരും അത് തന്നെ പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്നവരോട് ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു എന്നതാണ് അവരും പറയുന്നത്. എന്തായാലും ഈ ഒരു പരിപാടി കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെ നടപ്പാക്കാനായിട്ട് BJPക്ക് കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അവിടെ ഏതാണ്ട് ഒരു 50 പേരോളം BJPയിലേക്ക് അടക്കം മാറുകയും ചെയ്തു. അങ്ങനെ അവിടെ ഒരു ശക്തമായ രീതിയിൽ അവിടെ ഒരു BJPയിലേക്ക് ഒരു ഒഴുക്കടക്കമുള്ള കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുനമ്പത്തിൻ്റെ ഒരു സമരം ഈ രീതിയിലേക്ക് തന്നെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിലെല്ലാം തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും മുനമ്പത്ത് ഉള്ളവരെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാണുന്നു ഇന്ന് ഈ ഒരു ദിവസത്തെ. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. നിയമം അതിൻ്റെ ഭേദഗതി പാസ്സായെങ്കിൽ കൂടിയും
നിലനിൽക്കുന്ന സംശയങ്ങൾ മുൻപത്തുകാർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ എത്ര നാളെടുക്കുമെന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യവഹാരങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. സുപ്രീം കോടതിയിലേക്ക് അടക്കം അത് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പൂർത്തിയാക്കാൻ കാത്തിരിക്കേണ്ടി വരുമോ? ഈ ഭേദഗതിക്ക് ഒപ്പം തന്നെയും ഓരോരുത്തരുടെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരുത്തരുടെയും വസ്തുവകകളുടെ അതിൻ്റെ ഒരു നികുതി അവകാശം തങ്ങളിലേക്ക് തന്നെ നിക്ഷിപ്തമാകാൻ എത്ര നാളെടുക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം തേടേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൊച്ചിയിൽ 1 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം നേരിടുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയായിരിക്കും. ഒരു രാഷ്ട്രീയ വിജയം BJP അവിടെ മേൽക്കൈ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഇത്തരം സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് കഴിഞ്ഞ ദിവസം അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖത്തിൽ കോട്ടപ്പുറം ബിഷപ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവിടെ ലത്തീൻ സഭയ്ക്ക് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. ഈ പറയുന്ന നമ്മൾ ഈ കേൾക്കുന്ന മുൻപത്തെ സമരസമിതിയുടെ നാരറ്റീവിനോട് എന്തായാലും ലത്തീൻ സഭ പൂർണ്ണമായും യോജിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യക്ഷമായ ഡിവൈഡിലേക്ക് ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ എത്തുമ്പോൾ ആ പരിപാടി വലിയ വിപുലമായി തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രത്യക്ഷമായ വിഭജനത്തിലേക്ക് മുൻപത്തെ ആളുകൾ പോകുമോ ഇങ്ങനെയാണെങ്കിൽ? ശ്രീജ, ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുള്ളൂ, ഇതൊരു 2 പരിപാടി. അതായത് കേന്ദ്രമന്ത്രി സമരപ്പന്തൽ സന്ദർശിക്കുന്നു, പിന്നീട് ഒരു മഹാസമ്മേളനം, വലിയ രീതിയിൽ ഷോക്കേസ് ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനം, ആ രീതിയിലായിരുന്നു. അവിടെയാണ് ഈ ലത്തീൻ സഭ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടിപ്പിച്ച ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ തന്നെ അത് വരുന്നു എന്നതാണ്. കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ വരുന്നതാണ്, ലത്തീൻ സഭയുടെ കീഴിൽ വരുന്നതാണ് മുനമ്പം എന്ന പ്രദേശം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം, അതായത് വേളാങ്കണ്ണി മാതാപള്ളിയിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് കൂടുതലും ഇടവക അംഗങ്ങൾ തന്നെയാണ് സമരപ്പന്തൽ. ഇവരെല്ലാം ലത്തീൻ സമുദായത്തിൽപ്പെടുന്നവർ തന്നെയാണ്. അപ്പോൾ ലത്തീൻ സഭയ്ക്ക് വളരെ വ്യക്തമായൊരു മേധാവിത്വം ഉണ്ടെങ്കിൽ കൂടി പൊതുവിൽ ഉയർന്ന വിമർശനം ആദ്യഘട്ടത്തിൽ സഭ വേണ്ടത്ര മുൻകൈ എടുത്തിരുന്നില്ല എന്ന രീതിയിലുള്ളൊരു വിമർശനം ഒരു ഭാഗത്തുണ്ട്. പിന്നീട് സഭ അതിൻ്റെ ഒരു പ്രധാന റോളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തു. ഇതിനൊടുവിൽ ഇപ്പോൾ സഭയ്ക്ക് ചില സംശയങ്ങളുണ്ട്. അത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിൽ വളരെ സ്പഷ്ടമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഇതൊരു രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന രീതിയിൽ തന്നെ വ്യക്തമാക്കുന്നു. പക്ഷേ ഈ ഒരു നിലപാടിനെതിരെ അവിടെയും ചില രീതിയിലുള്ളൊരു ഭിന്ന സ്വരങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലായിരുന്നതാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. അത് കൃത്യമായി വരും ദിവസങ്ങളിൽ അത് പ്രകടമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ BJP ജനാധിപത്യ സഖ്യവുമെല്ലാം പള്ളിക്കകത്തെ സമരപ്പന്തലിലേക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയുള്ളൊരു വേദി മന്ത്രി സന്ദർശിക്കുന്നു എന്ന രീതിയിലേക്കും ഒപ്പം തന്നെ അവർ ഉദ്ദേശിക്കുന്ന താങ്ക് യു മോഡി എന്ന ലേബലിലേക്കും എല്ലാം തന്നെ മാറ്റുവാനായിട്ട് ശ്രമിച്ചത്. പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ളൊരു പ്രാതിനിധ്യ സ്വഭാവം ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ആ സമ്മേളനത്തിലേക്ക് ലഭിക്കില്ല എന്ന തിരിച്ചറിവും BJPക്കുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇത് വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നത അത് വ്യക്തമായ രീതിയിൽ തന്നെ മറനീക്കി മുൻപത്ത് നിന്ന് പുറത്തു വരും എന്നതിലും യാതൊരു സംശയവുമില്ല. ശ്രീജ, ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ സമരത്തിൽ തങ്ങൾക്കൊപ്പം ഇവിടുത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എത്തിയില്ല, MP പോലും അവിടെ സന്ദർശിച്ചില്ല. അങ്ങനെ മുനമ്പം സമരസമിതി പ്രവർത്തകർ പറയുന്ന ആരോപണങ്ങൾ പലതാണ്. അപ്പോഴാണ് അവിടേക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ നേരിട്ട് എത്തുന്നത്. കേന്ദ്രമന്ത്രി എത്തുമ്പോൾ താങ്ക് യു മോദി, ഈ മുനമ്പം ജനതയ്ക്ക് ആശ്വാസമാവുന്ന തരത്തിലൊരു വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്ന ഒരു പരിപാടിയായി അതിനെ മാറ്റുകയാണ്. അതേസമയമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ലത്തീൻ സഭയിൽ ഈ കാര്യത്തിൽ ചില വിയോജിപ്പുകളുണ്ട്. അത് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ കോട്ടപ്പുറം ബിഷപ്പ് തന്നെ വളരെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അറിയേണ്ടത് ഈ പരിപാടിയിൽ എത്രത്തോളം പങ്കാളിത്തമുണ്ട്, BJP എങ്ങനെയാണ് ഈ വേദിയെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്നതാണ് ഇന്ന് കാത്തിരുന്ന് കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഇനി അതേസമയം തന്നെ നമ്മൾ വഖഫ് ഭേദഗതി ഇവിടെ നന്ദി പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. സൗത്ത് 24 പർഗനസിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം നടന്നപ്പോൾ അവിടെ വലിയ സംഘർഷമുണ്ടായി. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. സൗത്ത് 24 പർഗനസിലെ ഭങ്കറിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഒരു
ഭേദഗതി, ഒരു നിയമ ഭേദഗതി അല്ലെങ്കിൽ വഖഫ് പോലൊരു പ്രധാനപ്പെട്ട നിയമത്തിൽ രണ്ട് വശത്ത് രണ്ട് തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ നന്ദി പറഞ്ഞ് മോദിക്ക് നന്ദി പറയുമ്പോൾ അവിടെ അത് വലിയ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്. ബംഗാൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധത്തിന്റെ വാർത്ത വന്നിരുന്നു. ഇതിപ്പോൾ പോലീസ് വാഹനങ്ങൾ കത്തിക്കുന്നതിലേക്ക്, അങ്ങനെ ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ശ്രീജ, ഗുഡ് മോർണിംഗ്. സാധാരണ നിലയിലേക്ക് മടങ്ങുകയായിരുന്നു പശ്ചിമ ബംഗാൾ. കാരണം മുർഷിദാബാദിലാണ് ഈ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായത്. അവിടെ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷം ഞായറാഴ്ച അവിടെ സംഘർഷമുണ്ടായിരുന്നില്ല. ഇന്നലെ ഉച്ചവരെ കാര്യങ്ങൾ സമാധാനപരമായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഏതായാലും പുതിയ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്നതാണ്. അതായത് ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് മുർഷിദാബാദ് ജില്ലയിലെ ജംഗിപൂർ, ഒപ്പം തന്നെ ഷംസീർഗഞ്ച് തുടങ്ങിയ മേഖലകളിലാണെങ്കിൽ, സുദി തുടങ്ങിയ മേഖലകളിലാണെങ്കിൽ ഇന്നലെ ഉണ്ടായത് സൗത്ത് 24 പർഗാനാസിലാണ്. അതായത് കൊൽക്കത്തയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് സൗത്ത് 24 പർഗാനാസ്. ഇന്നലെ ISF പ്രവർത്തകർ, ISF എന്ന് പറയുന്നത് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട്, നിയമസഭയിൽ അവർക്കൊരു അംഗമുണ്ട്, അബ്ബാസ് സിദ്ദിഖി നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്. അവരുടെ പ്രവർത്തകരാണ് കൊൽക്കത്തയിലേക്ക് മാർച്ച് നിശ്ചയിച്ചതും ആ മാർച്ച് നടത്തുകയും ചെയ്തത്. എന്നാൽ ഈ മാർച്ച് സൗത്ത് 24 പർഗാനാസിൽ വെച്ച് തടയുകയായിരുന്നു. അവിടെ ദേശീയപാതയിൽ വെച്ച് പോലീസ്, ബസന്തി ഹൈവേയിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്ക് തർക്കത്തിനിടയാക്കി. പിന്നെ അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. കാരണം ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു, അവരെ പോലീസ് തടഞ്ഞു. പിന്നീട് ലാത്തിചാർജായി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. തുടർന്ന് വലിയ രീതിയിൽ അക്രമാസക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഒരു കലാപത്തിൻ്റെ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. കാരണം പോലീസ് വാഹനങ്ങൾ കത്തിച്ചു, അവിടെ ഉണ്ടായിരുന്ന മറ്റ് വാഹനങ്ങൾ തകർത്തു. അങ്ങനെ വലിയ രീതിയിൽ അക്രമം ആ മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പോലീസിന് പരിക്കേറ്റിട്ടുണ്ട്, ഒപ്പം തന്നെ ISF പ്രവർത്തകർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം BSF അടക്കം കേന്ദ്രസേനയടക്കം 19 കമ്പനി കേന്ദ്രസേന ഇതിനോടകം തന്നെ ബംഗാളിലുണ്ട്. അപ്പോൾ അതിനിടയിലാണ് പുതിയ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ വലിയ രാഷ്ട്രീയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമാണിത്. അടുത്ത ഏതാണ്ട് ഈ സമയമാകുമ്പോൾ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ. കാരണം ഇതിനോടകം തന്നെ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകണം. പ്രത്യേകിച്ച് ഈ മുർഷിദാബാദ്, നാദിയ, സൗത്ത് 24 പർഗാനാസ് അടക്കമുള്ള ജില്ലകളിൽ അഫ്സ്പ ചുമത്തണം അല്ലെങ്കിൽ ഏർപ്പെടുത്തണമെന്ന ആവശ്യം BJP ഉന്നയിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ജില്ലകളാണ് ഈ പറയുന്ന മുർഷിദാബാദ് ആകട്ടെ, നാദിയ ആകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സൗത്ത് 24 പർഗാനാസ് ആകട്ടെ. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് BSFന്റെ സഹായത്തോടുകൂടി ആളുകളെ കടത്തിവിടുന്നു, അവർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കൊഴുക്കുന്നതിനിടെയാണ് വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ബംഗാൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുപ്രീം കോടതിയിലടക്കം ഇതിനോടകം തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോടതി മേൽനോട്ടത്തിൽ ഈ സംഘർഷങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഇന്നലെ ഫയൽ ചെയ്തിരിക്കുന്ന പെറ്റീഷൻ. ഏതായാലും വഖഫിനെതിരായ നിയമത്തിനെതിരായ ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. വിവിധ കക്ഷികൾ ഇതിനോടകം തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളാകട്ടെ ഇതിനെ ഈ നിയമം നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ഈ ഹർജിക്കാർക്കെതിരെ അവരെ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളും ഇതിനോടകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ശ്രീ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇനി ഒരു കൗതുകമുള്ള കാഴ്ചയിലേക്കാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം നേരിട്ട് കാണാതെ പാദരക്ഷ ധരിക്കില്ലെന്ന് 14 വർഷം മുൻപ് പ്രതിജ്ഞയെടുത്തയാളെ നേരിട്ട് കണ്ടു മോദി. ഹരിയാനയിലെ യമുന നഗറിലെ റാലിക്കിടെയാണ് മോദി പ്രതിജ്ഞ നടത്തിക്കൊടുത്തത്. ആരാധകനായ രാംപാൽ കശ്യപിന് മോദി ഒരു ഷൂസും സമ്മാനിച്ചു. सारी उम्र ही रहेगा, मोदी जी के सामने ही मैं अपने काम 14 साल हो गए। तो आज हम तुमको जूता पहना रहे हैं, लेकिन बाद में फिर कभी ऐसा करना नहीं है। नहीं। कभी नहीं। काम करना चाहिए, ऐसा क्यों कर रहे हो अपने आप को करते रहते। ठीक से आ गया। हाँ।
जूते पहनते रहना है। मैंने सोचा भी नहीं था कि आपके तक समझ आएंगे। पक्का था आपके बदले। വ്യത്യസ്തമായ ഓരോ പ്രതിജ്ഞകളല്ലേ. നമുക്ക് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലാണ് നമ്മൾ ഇതുപോലെ ചെരുപ്പ് ധരിക്കില്ല എന്നൊരു പ്രതിജ്ഞ കേട്ടത്. പിന്നീട് തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലയും ഇതുപോലൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം ആ പ്രതിജ്ഞയിൽ നിന്ന് പിന്നീട് പിന്മാറിയെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഇതൊരു വ്യത്യസ്തമായ പ്രതിജ്ഞയും വ്യത്യസ്തമായ കൂടിക്കാഴ്ചയുമായിരുന്നു. പ്രധാനമന്ത്രിയെ കണ്ടാലേ ചെരുപ്പിടൂ എന്ന് പ്രതിജ്ഞ എടുത്തു. 14 വർഷത്തിന് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടു. പ്രധാനമന്ത്രി കൊടുത്ത ഷൂസും ധരിച്ചു. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കേരളത്തിന്റെ സ്വന്തം എയർലൈൻ കമ്പനിയായ എയർ കേരള യാഥാർത്ഥ്യമാവുകയാണ്. എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നടക്കും. ജൂണിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ആദ്യ സർവീസ്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, കേരളത്തിന്റെ സ്വന്തം സർവീസ് എന്നത് തന്നെയാണ് എയർ കേരള വരുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം. ഇന്നലെ നമ്മൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഇന്നലെ കവർ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഉദ്ഘാടനമാണ്. ആ സ്വപ്നത്തിലേക്ക് പറന്നുയരാൻ ഇനി എത്ര താമസമുണ്ട്? ശ്രീജ, സ്വകാര്യ സംരംഭമാണ് എയർ കേരള. ഒരു കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ട ആശയമാണ്. എന്തായാലും എയർ കേരള എന്ന് പറയുമ്പോൾ അത് എയറിനൊപ്പം കേരളം കൂടി വരുമ്പോൾ മലയാളികൾക്കുണ്ടാകുന്ന ആ ഒരു ഊഷ്മളതയും അതെല്ലാം തന്നെ വളരെ വലുതാണ്. അത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ അവർ തന്നെ സംസാരിക്കുമ്പോൾ എവിടെ നിന്നും പ്രവാസ ലോകത്തു നിന്ന് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി അത് വരുന്നു. ആ ഒരു പ്രതീക്ഷയ്ക്കൊപ്പം അവർക്കും മലയാളികളുടെ പ്രതീക്ഷയ്ക്കൊപ്പം പറന്നു വരാൻ കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. എന്തായാലും ഇന്ന് അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനമാണ്. വൈകിട്ട് ആലുവയിലാണ്. ആലുവ ജംഗ്ഷനിൽ തയ്യാറാക്കിയിട്ടുള്ള വലിയ കോർപ്പറേറ്റ് ഓഫീസാണ്. അവർ മുഴുവൻ കേന്ദ്രീകരിക്കുന്നതും ഈ ആലുവ കേന്ദ്രീകരിച്ചുള്ള കോർപ്പറേറ്റ് ഓഫീസിലാണ്. 200-ലധികം സ്റ്റാഫുകൾ അവിടെയുണ്ട്. വൈകിട്ട് വ്യവസായ മന്ത്രി P. രാജീവാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നതെന്ന് ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു. എന്തായാലും തുടക്കത്തിൽ അവർ ജൂണിൽ ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ വാടകയ്ക്കെടുത്ത വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. 76 സീറ്റിലേറ്റ് ഗണത്തിൽപ്പെടുന്ന വിമാനങ്ങളാണ്. ആദ്യം നഗര കേന്ദ്രീകൃതമായാണ് ഇന്ത്യൻ നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യ സർവീസുകൾ ഉണ്ടാകുക എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവർക്ക് ഈ വിദേശ സർവീസിലേക്കെല്ലാം തന്നെ അംഗീകാരം ലഭിക്കുകയുള്ളൂ, അതിനുള്ള ഒരു അനുമതി ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായും ഗൾഫ് മേഖല തന്നെയാണ് ആദ്യഘട്ടത്തിൽ അവർ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വിപുലമായ പദ്ധതികളോടെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഇതുവരെ കമ്പനി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇക്കോണമി ക്ലാസ്സിൽ പെടുന്ന ടിക്കറ്റ് നിരക്കും കാര്യങ്ങളും തന്നെയായിരിക്കും. അതുതന്നെയാണ് കൂടുതൽ അന്വേഷണവും അവിടേക്ക് വരുന്നതെന്ന് ഈ കമ്പനി അധികൃതർ പറയുന്നുണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് എങ്ങനെയായിരിക്കും വലിയ രീതിയിൽ, കാരണം ഈ വിമാന ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് വലിയ ആശങ്കകളും അതോടൊപ്പം പലപ്പോഴും വലിയ പ്രതിഷേധങ്ങളും എല്ലാം തന്നെ നമ്മൾ കാണാറുണ്ട്. ഏതായാലും മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോഴെങ്കിലും അത് താഴേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഒരു ആളുകളുടെ ഒരു ആവശ്യമെല്ലാം ഇതിൽ പ്രതിഫലിക്കും എന്ന് തന്നെ അവർ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ആർക്കും അഫോർഡബിളായ രീതിയിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ നഗര കേന്ദ്രീകൃതമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ തന്നെയും വലിയ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. നഗര കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനി എന്ന് പറയുമ്പോൾ തന്നെയും നഗരത്തിലേക്ക് പരസ്പരം ബന്ധിപ്പിച്ച് യാത്ര ചെയ്യുന്ന ട്രെയിൻ അതിൻ്റെ ഒരു നിരക്ക് അതിനോടെല്ലാം തന്നെ ആ ഒരു രീതിയിലേക്ക് കിടപിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തങ്ങൾക്ക് കൊണ്ടുവരിക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് കൂടുതൽ പേരെ വിമാന മാർഗം വ്യോമ മേഖലയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ന് അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എയർ കേരളയുടെ ചിഹ്നം വേഴാമ്പൽ ആണ്. അത് ഏതായാലും മലയാളികളുടെ ഒരു പ്രതീക്ഷയ്ക്കൊപ്പം പ്രവാസ ലോകത്തിൻ്റെ ഒരു പ്രതീക്ഷയ്ക്കൊപ്പം തങ്ങൾക്കും ഉയരാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെ അവർ നൽകുന്നു. ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും എയർ കേരള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ആണ് എന്നൊരു ഫീലുണ്ട്. ഏതൊരു പ്രവാസിക്കും ആ പേര് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഗൃഹാതുരത്വവും സ്വന്തം എന്ന തോന്നലും ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കൂടിയാണ് എയർ കേരളയുടെ വരവ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്നറിയാം. രാവിലെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TV രാജേഷ്, M പ്രകാശൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. സുമേഷ് മൊറാഴ വിവരങ്ങളുമായി. സുമേഷ്, MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയപ്പോൾ വന്ന ഒഴിവാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് CPM-ന് മറ്റേത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കാൾ കൂടുതൽ അഭിമാനകരമായൊരു പോസ്റ്റ് കൂടി ആയതുകൊണ്ട് വളരെ ആകാംക്ഷയുണ്ട്. എന്തൊക്കെയാണ് അവിടെ കണ്ണൂരിൽ നടക്കുന്ന ചർച്ചകൾ? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ശ്രീജ, ഇന്ന് രാവിലെ 10 മണിക്കാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുക. ഈ യോഗത്തിലാകും പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള, കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള ജില്ല എന്ന നിലയിൽ ആ പാർട്ടിയെ നയിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുക. രാവിലെ 10 മണിക്കാണ് യോഗം നടക്കുക. ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററും പങ്കെടുക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് ശക്തിയുള്ള ജില്ലയിലെ അമരക്കാരൻ, ഈ പാർട്ടിയെ നയിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ ആ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതായത് MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കാണ് ഇപ്പോ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ KK രാഗേഷിനാകും ഈ ജില്ലാ സെക്രട്ടറിക്ക് ആകാനുള്ള ഏറ്റവും സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതായത് 2 കാര്യമാണ് ഉള്ളത്. അതൊന്ന്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ആൾ എന്ന നിലയിൽ KK രാഗേഷാണ്. ആ KK രാഗേഷിന് അതിനോട് ചീനോട്ടിക്ക് സാധ്യതയുണ്ട്. രണ്ടാമത്തത് MV, നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ KK രാഗേഷിന് സാധ്യതയുള്ളത്. രണ്ടാമത്തത് TV രാജേഷാണ്. TV രാജേഷ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് MV ജയരാജൻ സ്ഥാനാർത്ഥിയായ ആ ഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചിരുന്നത് TV രാജേഷാണ്. ഈ TV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടങ്ങളിലൊക്കെ പാർട്ടിയെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്നതിന് TV രാജേഷ് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് TV രാജേഷിന്റെ സാധ്യതയാണ് ഇപ്പോൾ 2ാം സ്ഥാനത്ത് വരുന്നത്. പിന്നീടുള്ളത് M പ്രകാശ് മാഷാണ്. M പ്രകാശ് മാഷ് നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ M പ്രകാശ് മാഷയുടെ പേരും ഈ പരിഗണനയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ചേർന്ന 10 മണിക്ക് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇന്ന് പാർട്ടിയെ നയിക്കുന്ന ആര് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ജില്ലയെ പാർട്ടിയുടെ അമരക്കാരൻ ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ശരി, സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPM-ന്റെ ആരായിരിക്കും, ജില്ലയിൽ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയിൽ ആരായിരിക്കും പാർട്ടിയെ നയിക്കാൻ തലപ്പത്ത് വരിക? KK രാഗേഷാണോ, TV രാജേഷാണോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം. മറ്റു വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണം ഉറപ്പാക്കാൻ നിർണായക ഇടപെടലുമായി എത്തുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ദേശീയ നേതൃത്വത്തിലെ ഒരു നീണ്ട നിര തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ കേരളത്തിലേക്ക് എത്തും. നേതൃനിരയിലെ ഭിന്നതകൾ പരിഹരിക്കാൻ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പുറമെ ഹൈക്കമാൻഡ് പ്രതിനിധികളായി എത്തുന്ന സംഘവും നേരിട്ട് ഇടപെടൽ നടത്തുമെന്നാണ് സൂചന. കർണാടകത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ മുഖമായ സച്ചിൻ പൈലറ്റ്, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരാകും കേരളത്തിൽ ഭരണമുറപ്പാക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തേക്ക് എത്തുക. പാർട്ടി നേതൃനിരയിലെ അഭിപ്രായ ഭിന്നതകൾ പൂർണ്ണമായി പരിഹരിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കാലതാമസം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ മേൽനോട്ടത്തിനും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായി സംസ്ഥാനത്തേക്ക് എത്തുക. പാർട്ടിയുടെ സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളിലും ഇവർ ഭാഗമാകുമെന്നാണ് വിവരം. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് സച്ചിൻ പൈലറ്റ് നടത്തിയ രാഷ്ട്രീയ പ്രചാരണം യുവ വോട്ടർമാർക്കിടയിൽ ഏറെ സ്വാധീനമുണ്ടാക്കിയതായാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രം ഒരുക്കങ്ങളിലേക്ക് കടക്കുന്ന പതിവ് ശൈലിക്ക് വിരുദ്ധമായി പ്രത്യേക പദ്ധതി തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാകുന്നതിന് പിന്നാലെ ഓരോ മണ്ഡലങ്ങളിലെയും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തയ്യാറെടുപ്പ്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. വിവരങ്ങളുമായി VV അരുൺ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, ഒരുപക്ഷെ കോൺഗ്രസ് ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് പല ചർച്ചകളും നടത്തുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ
ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? കേരളത്തിൽ അധികാരം തിരികെ പിടിക്കുക എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമായി കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട് എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് വാർ റൂമിൽ തയ്യാറാവുന്ന പ്ലാനുകൾ? ശ്രീജ, ഒരു തവണ കൂടി ഒരു പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് കോൺഗ്രസിന് UDF-ന് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. കോൺഗ്രസിന് ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് പോലുള്ള ഘടകകക്ഷികൾക്ക് ഒട്ടും ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്, അവർക്ക് അസഹിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ വന്ന ഒരുപക്ഷെ മുന്നണി ബന്ധം തകർന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ടാണ് ഏത് വിധേനയും കേരളത്തിൽ ഭരണം പിടിക്കാൻ ദേശീയതലത്തിലും മറ്റ് വളരെ ചുരുങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസിന്റെ ഭരണം ഒതുങ്ങുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതിൽ പരമൊരു സാധ്യതയില്ല. 2 തവണ തുടർച്ചയായി ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നു. സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. അങ്ങനെ അത് നിലനിൽക്കുമ്പോൾ പോലും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ എന്ത് പ്രസക്തിയാണ് കേരളത്തിലെ ചോദ്യമാണ് അവരെ അലട്ടുക. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾക്കാണ്, ശ്രമങ്ങൾക്കാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ ഡാൻ റിപ്പോർട്ട് ചെയ്ത പോലെയുള്ള കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കളെ, അത് ദേശീയതലത്തിൽ പ്രശസ്തരായ രാജസ്ഥാനിലും അതുപോലെ തന്നെ കർണാടകയിലും ഒക്കെ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സുർജേവാലയെ പോലുള്ള നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദേശീയ നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡ് കൂടുതൽ പ്രതിനിധികളെ കേരളത്തിലേക്ക് അയക്കുക എന്നുള്ളത്. കേരളത്തിൽ ഇപ്പോഴും ഈ രഹസ്യമായും പരസ്യമായും ഒക്കെ ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമാണ്. ആരാണ് മുഖ്യമന്ത്രിയാകുമെന്നതിനെ ചൊല്ലി മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും വലിയ തർക്കങ്ങളും കിടമത്സരവും നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇവരെ ഒരുമിച്ച് കൊണ്ടുപോവുക, ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതുകൊണ്ടാണ് ഒന്നിലധികം നേതാക്കളുടെ പാനൽ തന്നെ ഇത്തരത്തിൽ വന്ന ഒരു സംഘം തന്നെ വന്ന് കേരളത്തിലെ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുക, അതുപോലെ തന്നെ ഐക്യം ഉറപ്പാക്കുക. അതായത് ഏറ്റവും പ്രധാനം കോൺഗ്രസിനെ എപ്പോഴും കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നു, നഷ്ടപ്പെടുത്തുന്നതൊക്കെ കോൺഗ്രസ് തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസുകാർ തന്നെയാണ്. അത്തരം പഠനപ്പിണക്കങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് രൂപം നൽകുന്നത്. അതിന്റെ ഭാഗമായാണ് ശിവകുമാർ, സുർജേവാല, അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ് എന്നീ പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കത്തിന് പിന്നിൽ. ശരി, നേരിട്ട് തന്നെ കേരളത്തിലെ ഒരുക്കങ്ങൾ ഹൈക്കമാൻഡ് നിയന്ത്രിക്കുന്ന തരത്തിലായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുതലപ്പുഴയിലൂടെയുള്ള മത്സ്യബന്ധനം തടസ്സപ്പെട്ടതിന് പരിഹാരം തേടി സമരസമിതി കോടതിയിലേക്ക്. ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിവേദനം നൽകി 3 ദിവസം കാത്തിരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അതേസമയം CITU, UDF, താങ്ങുവല അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കും. വിവരങ്ങളുമായി VV അരുൺ തന്നെ ചേരുന്നുണ്ട്. അരുൺ, ഇന്നലെ അരുൺ തന്നെ മുതലപ്പുഴയിൽ നിന്ന് നേരിട്ട് കാണിച്ചതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ജീവിതവും ഉപജീവനവും ഒരുപോലെ അപകടത്തിലാവുന്നത് എന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ഇത് നിയമപരമായി എങ്ങനെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാം, ഇങ്ങനെയൊരു ഹർജി കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്? എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ചർച്ചകളും ആലോചനകളും? സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കുക. അവിടെ ഇപ്പോൾ സർക്കാർ ഇടപെടുന്നുണ്ട്, പക്ഷേ അത് പോരാ. കാരണം അത്രയധികം മണൽ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണൽ മുഴുവൻ നീക്കം ചെയ്യാൻ ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ള സംവിധാനങ്ങൾ പോരാ എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ വിലയിരുത്തൽ. അതൊരു വസ്തുതയുമാണ്. കാരണം നമ്മൾ നേരിട്ട് കണ്ടതാണ് എത്രത്തോളം മണലാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്, എങ്ങനെയാണ് ആ പൊഴിമുഖം അടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കാൻ കോടതിയെ കൂടി സഹായം തേടുകയാണ് സമരസമിതി. അതുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതേസമയം സർക്കാരിന്, തുറമുഖ മന്ത്രിക്ക്, ഫിഷറീസ് മന്ത്രിക്ക് ഇന്ന് വീണ്ടും നിവേദനം നൽകും. ആ നിവേദനം നൽകി 3 ദിവസം കാത്തിരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈസ്റ്റർ വരുന്നു. ഈസ്റ്റർ കാലമായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു സമരത്തിലേക്ക്, പ്രത്യക്ഷ സമരത്തിലേക്ക്, അത് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് 3 ദിവസം സർക്കാർ നിവേദനം നൽകി കാത്തിരിക്കുന്നുണ്ട്. കോടതിയുടെ ഇടപെടലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലും CITU-വിന്റെയും അതുപോലെ പ്രദേശത്തെ UDF-ന്റെയും താങ്ങുവല അസോസിയേഷൻ നേതൃത്വത്തിൽ ഇന്ന് സമരം ആരംഭിക്കുകയാണ്. തുറമുഖ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടാണ് സമരം. രാവിലെ സമരം ആരംഭിക്കും. ആ സമരത്തിനും അവർക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം അത്തരത്തിൽ സമ്മർദ്ദതന്ത്രവും ശക്തമായ സമരവുമായി പോകുമ്പോൾ സ്വാഭാവികമായും സർക്കാർ നടപടികൾ വേഗത്തിലാക്കും. കൂടുതൽ ഈ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് പോലെ കൂടുതൽ ഡ്രഡ്ജറുകളും മറ്റും കൂടുതൽ കാര്യക്ഷമതയുള്ള ഡ്രഡ്ജറുകളും, അതായത് കൂടുതൽ ശേഷിയുള്ള ഡ്രഡ്ജറുകളും മറ്റും അവിടെ എത്തിച്ച് മണൽ നീക്കം വേഗത്തിലാക്കും. അത്തരം പ്രതീക്ഷയാണ് അവർ ആ രീതിയിലുള്ള നീക്കങ്ങളും നടത്തുന്നത്. ഏതായാലും ഒരു വശത്ത് സമരവും മറുവശത്ത് സർക്കാരിൽ നിന്നുള്ള അനുകൂല തീരുമാനവും അതേസമയം കോടതിയുടെ ഇടപെടലും പ്രതീക്ഷിച്ചാണ് സമരസമിതിയും നാട്ടുകാരും മുതലപ്പുഴ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. അവർക്ക് അവിടെ പൊഴിമുഖം മണൽ പൂർണ്ണമായി നീക്കം ചെയ്ത് വള്ളങ്ങൾ
ജനങ്ങൾക്ക് കടന്നുപോകാൻ സാഹചര്യം ഒരുങ്ങുന്നതുവരെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. മത്സ്യബന്ധനം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഹാർബർ അടച്ചിട്ടിരിക്കുകയാണ്. അതിൽ പരിഹാരം തേടിയാണ് അവർ എല്ലാ വഴികളും മുട്ടുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. എത്രത്തോളം അപകടാവസ്ഥയിലൂടെയാണ് അവർ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നത് എന്നൊക്കെ നേരിട്ട് കണ്ടതാണ്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടിക്കൊണ്ടാണ് അവർ സാധ്യമായ എല്ലാ വഴികളിലൂടെയും ശ്രമങ്ങൾ നടത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നു കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ തെറ്റുകൾ പാവങ്ങൾക്ക് ആശ്വാസമാകേണ്ട ഒരു സർക്കാർ പദ്ധതി നാടിന് ഒരു വലിയ ബാധ്യതയായി മാറിയ വാർത്തയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് ഇനി പറയാനുള്ളത്. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി 3 കോടി രൂപ ചെലവിൽ ആരംഭിച്ച ഫ്ളാറ്റ് നിർമ്മാണമാണ് ഒടുവിൽ നാടിനും നാട്ടുകാർക്കും വലിയ ബാധ്യതയായത്. കോടികൾ ചെലവഴിച്ച് സർക്കാർ നിർമ്മിക്കാനായി തെരഞ്ഞെടുത്ത ഇടം മോഷ്ടാക്കളുടെയും മദ്യപന്മാരുടെയും ഇഷ്ടകേന്ദ്രമായി മാറിയതോടെ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇരുപത്തിയെട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീടൊരുക്കാമെന്ന വാഗ്ദാനവുമായാണ് ലൈഫ് മിഷൻ മണ്ണഞ്ചേരിയിൽ 2019 പദ്ധതിയുമായി കടന്നുവരുന്നത്. 3 കോടി ചിലവിൽ ഫ്ളാറ്റ് നിർമ്മാണം എന്നായിരുന്നു പ്രഖ്യാപനം. ഇനി 6 വർഷങ്ങൾക്കിപ്പുറം പദ്ധതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം. അവരുടെ വലിയൊരു സ്വപ്ന പദ്ധതിയാണിത്. കാരണം അവർക്ക് ഇവിടെ വീട് വെച്ച് ഇവർക്ക് താമസിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ ഇതിൻ്റെ ആ കുടുംബത്തെക്കുറിച്ച് ഇവർ തിരക്കുന്ന പോലുമില്ല. സർക്കാർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങൾ ഭൂമി വിട്ടുകൊടുത്തു, ഇതിൻ്റെ മുകളിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ലൈഫ് മിഷനാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ലൈഫ് മിഷൻ്റെ പദ്ധതികൾ മുഴുവൻ പാളിയിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് മണ്ണഞ്ചേരിയിൽ ഇത് വലിയൊരു സ്വപ്ന പദ്ധതി. പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ്. ഇവിടെ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം നടത്തി വലിയ സമരപരിപാടികൾ നടത്തിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, സർക്കാർ നോക്കുകുത്തിയായി നിൽക്കാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. പ്രദേശത്ത് നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ നാട്ടുകാർക്കാകെ ബുദ്ധിമുട്ടുണ്ടാക്കി ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാന സങ്കേതമായി ഇത് മാറിയിരിക്കുന്നു. നിങ്ങൾ മേലോട്ട് നോക്കി, അവിടെ മൊത്തം മദ്യക്കുപ്പികളായിരിക്കുന്നു. ഇവിടെ സാമൂഹ്യ വിരുദ്ധർ മദ്യം കഴിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിയായപ്പോഴും 2 കൂട്ടർ വന്ന് മദ്യപാനമാണ്. സ്ഥലം ഏറ്റെടുത്ത് നൽകിയ പഞ്ചായത്ത് അധികൃതർ തന്നെ പെട്ടുപോയ അവസ്ഥ. സ്വന്തം സർക്കാരിന്റെ പദ്ധതി ബാധ്യതയാണെന്ന് ഇടതുപക്ഷ പ്രതിനിധിയായ പ്രസിഡന്റ് അജിത് കുമാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. നമുക്കൊരു ബാധ്യതയും മാറിയിരിക്കുകയാണ്. അവിടെ
സന്ധ്യയാകുമ്പോൾ തന്നെ വൈകിട്ട് മദ്യപന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ താവളന്മാരിരിക്കുകയാണ്. പിന്നെ കാട് പിടിച്ച് പാമ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോൾ ഉണ്ട്. മോഷണം നമുക്ക് കോൺട്രാക്ട് പറഞ്ഞറിഞ്ഞിട്ടില്ല, അവിടെയുള്ള നാട്ടുകാർ പറയാറുണ്ട്. അല്ലാതെ ശരിക്കും നമ്മൾ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇല്ല. അതിനകത്ത് പിന്നെ ബാക്കി ചെയ്യേണ്ടത് എൻ്റെ കോൺട്രാക്ടറാണ്. അപ്പോൾ കോൺട്രാക്ടർ നമുക്കൊരു പരാതി തന്നിട്ടില്ല. MLA PP ചിത്രഞ്ജന്റെ നേതൃത്വത്തിൽ പലതവണ സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പദ്ധതി ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ്. അന്നത്തെ നിർമ്മാണ ചെലവിൽ ഫ്ളാറ്റ് പൂർത്തിയാക്കാൻ ഇന്ന് കഴിയില്ല എന്നത് തന്നെയാണ് കരാറുകാർ പ്രധാന കാരണമായി പറയുന്നത്. പക്ഷേ പൊതുഖജനാവിലെ പണമെടുത്ത് പ്രദേശത്തിറക്കിയ നിർമ്മാണ സാമഗ്രികളെക്കുറിച്ച് ആരുമൊന്നും പറയുന്നില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് 28 കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച ശേഷം പാതി വഴിയിൽ ആർക്കും പ്രയോജനമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. രോഗമില്ലാത്ത ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത്. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ 3 ഏക്കറോളം സ്ഥലത്താണ് മില്ലറ്റ് ഫെസ്റ്റ് നടത്തുന്നത്. കുളത്തൂർ കൃഷിഭവന്റെ സഹകരണവുമുണ്ട് ഈ ഉദ്യമങ്ങൾക്ക്. ഏക്കർ കണക്കിന് പ്രദേശത്ത് പൂത്തുകിടക്കുന്ന സൂര്യകാന്തിപ്പാടം, ജമന്തി, കോഴിപ്പൂവ്, ഡാലിയ തുടങ്ങി പൂക്കളും സുലഭം. ഇതിനു പുറമെ ചാമ, മധുര, ചോളം, കുരവ്, മുതിര, കമ്പംപുല്ല് തുടങ്ങിയവയും ഇവിടെ ധാരാളമായി വളരുന്നു. വിത്തുകളെല്ലാം ഇവിടെ വിൽക്കുന്നുമുണ്ട്. രോഗമില്ലാത്ത ഗ്രാമത്തിനായി മില്ലറ്റുകൾ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഒരു കൂട്ടം കർഷകരാണ് ഈ ശ്രമത്തിന് പിന്നിൽ. എല്ലാം വിളവെടുപ്പിന് പാകമായി. ഓണസമയത്ത് ഞങ്ങൾ 1.5 ഏക്കറിൽ ജമന്തി ആയിരുന്നു. അതായത് നമ്മുടെ മഞ്ഞയും ഓറഞ്ചുമായിട്ടുള്ള ജമന്തി ബന്ദിപ്പൂക്കളായിരുന്നു മൊത്തത്തിൽ ചെയ്തത്. അപ്പോൾ അത് നമ്മളൊരു പ്രദർശനം എന്ന നിലയ്ക്ക് ഇല്ലായിരുന്നു. എന്നാലും ഒത്തിരി ആൾക്കാർ ഇതറിഞ്ഞ് കാണാൻ വരികയും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പൂക്കളൊക്കെ നമ്മൾ തോളേക്കാളും വില കുറച്ചുള്ള രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് സെയിലും നടത്തി. അപ്പോൾ അതൊരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വ്യത്യസ്തത തേടി നമ്മൾ സൂര്യകാന്തി വന്നു. സൂര്യകാന്തിയും അതുപോലെ തന്നെ 1.5 ഏക്കറിലധികം സ്ഥലത്ത് സൂര്യകാന്തി ചെയ്തു. അപ്പോൾ അതിന്റെ തന്നെ വിളവ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ പുതിയ കാര്യങ്ങളായിരുന്നു നമുക്ക് അതിന്റെ അറിവ്. വിത്തെടുക്കുകയും അതിനെ എണ്ണയാക്കുകയും നമ്മുടെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് അതിനെ ഇറക്കാനും സാധിച്ചെന്ന വളരെ ഒരു ഊർജ്ജം തരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുമായിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു മില്ലറ്റ് എന്ന മേഖലയിലോട്ട് തിരിഞ്ഞിരിക്കുന്നത്. മില്ലറ്റ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സൗജന്യ ക്ലാസുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വേനൽ അവധി ആഘോഷിക്കാൻ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിൽ സെൽഫി പോയിന്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഒരു വലിയൊരു നമ്മളൊരു കുളം ഒരുക്കിയിട്ടുണ്ട്. ആ കുളത്തിൽ നമുക്കൊരു പ്രത്യേകത ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാം വരുന്നവർക്ക്. അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അല്ല അത് കൂടാതെ നമ്മൾ കുറേ സെൽഫി പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. പഴയത് ഇപ്പോൾ ഈ കാളവണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആൾക്കാർക്കും ഇപ്പോഴത്തെ കൊച്ചുമക്കൊക്കെ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കത് ഒന്ന് കാണിച്ചു കൊടുക്കാനും പറയാനും അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. കുളത്തൂർ കൃഷിഭവന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കീഴിലെ വിവിധ കർഷക കൂട്ടായ്മകളുടെ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പാറശാല ബ്ലോക്കിലെ മിക്ക കൃഷിക്കൂട്ടങ്ങളും ഇവിടെ സ്റ്റാളുകൾ ഒരുക്കി അവരുൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിപണിയിലോട്ട് നടത്തുന്നുണ്ട്. ഈ വിപണനം ജനങ്ങൾ ഏറ്റെടുക്കുകയും അവർക്ക് ഏത് സാധനം വേണമെങ്കിലും ഇവിടെ വന്ന് മേടിക്കാൻ സാധിക്കുന്നുണ്ട്. ഫലവൃക്ഷങ്ങൾ, വിവിധ തരം ചെടികൾ, മത്സ്യം, കർഷക കൂട്ടങ്ങൾ നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയും വാങ്ങാൻ അവസരമുണ്ട്. 8ഓളം വരുന്ന നെറ്റുകൾ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന്റെ ഭാഗമായി പെറ്റ് ഷോ നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നു. സൂര്യകാന്തി തോട്ടമുണ്ട്, ജമന്തി തോട്ടമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിപ്പൂ അടങ്ങുന്ന മനോഹരമായിട്ടുള്ള തോട്ടങ്ങൾ. അപ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അത് നമ്മുടെ നാടിനെ എങ്ങനെയാണ് സമർപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന ഒരു വളരെ ഉദാത്തമായ മാതൃകയാണ് ഞങ്ങളിവിടെ വളരെ പരിശ്രമമായ ഫലത്തിന്റെ ഭാഗമായി സൃഷ്ടിച്ചിട്ടുള്ളത്. ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ മില്ലറ്റിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉദ്ദേശം. പദ്ധതിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ ഉൾപ്പെടെ കബളിപ്പിച്ചതിന് അറസ്റ്റിലായ മെഹുൽ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കാൻ 6 അംഗ സംഘം ബെൽജിയത്തിലേക്ക്. CBI, ED ഉദ്യോഗസ്ഥരടക്കം 6 പേരാണ് സംഘത്തിലുള്ളത്. അതേസമയം
ചോക്സിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കാനായി ഇന്ത്യ അഭിഭാഷകരെ നിയോഗിക്കും. ചോക്സി അർബുദത്തിന് ചികിത്സയിലായിരുന്നു എന്ന് കാട്ടിയാണ് ജാമ്യത്തിന് ശ്രമിക്കുന്നത്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഏതൊക്കെ തരത്തിൽ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ EDയുടെയും CBIയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ അല്ലെങ്കിൽ രാജ്യം വിട്ട മെഹുൽ ചോക്സ്കി ബെൽജിയത്തിൽ വെച്ച് അറസ്റ്റിലാകുന്നത്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു നേട്ടമാണ് തന്നെ പറയാം. കാരണം ഇവിടെ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു ഈ സംഭവം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നലെ ബെൽജിയത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ബെൽജിയം അധികൃതർ വിദേശകാര്യ മന്ത്രാലയത്തെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കാരണം 6 അംഗ സംഘത്തെ ബെൽജിയത്തിലേക്ക് അയക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമായും CBIയിൽ നിന്ന് 3 ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ EDയിൽ നിന്ന് 3 ഉദ്യോഗസ്ഥർ, ഇവരായിരിക്കും ബെൽജിയത്തിലേക്ക് പോവുക. തുടർന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. ഏതായാലും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇതിനോടകം തന്നെ നിയമ വൃത്തങ്ങളുമായി ചർച്ച നടത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇദ്ദേഹം ഇതിനോടകം തന്നെ ബെൽജിയത്തിൽ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, താൻ ക്യാൻസർ രോഗിയാണ്, അപ്പോൾ ചികിത്സയടക്കം ബാധിക്കും ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യമായി മെഹുൽ ചോക്സ്കി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഒന്ന്, തന്നെ പിടികിട്ടാപ്പുള്ളിയായി എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. താൻ ഇന്ത്യൻ അധികൃതരുമായി ആദ്യം മുതലേ സഹകരിക്കാൻ തയ്യാറായിരുന്നു. അധികൃതർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറരുത് എന്ന വാദമാണ് പ്രധാനമായും ഈ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ അതിന് എതിർത്ത് അപേക്ഷ നൽകാനും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അധികൃതരുടെ അല്ലെങ്കിൽ 6 അംഗ സംഘം ബെൽജിയത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. മാത്രമല്ല, ഇത് വലിയ രീതിയിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദമായ വിഷയമാണ്. പ്രത്യേകിച്ച് നീരവ് മോദി, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അമ്മാവനായ മെഹുൽ ചോക്സി എന്നിവർ രാജ്യം വിട്ടത്. കാരണം 1ാം മോദി സർക്കാരിൻ്റെ കാലത്താണ് ഇവർ രാജ്യം വിടുന്നത്. പിന്നീട് വിവാദമായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, കോലാർ പ്രസംഗം അടക്കം കോടതി കയറിയതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ വിവാദമായ ഒരു വിഷയത്തിലാണ് പിടികിട്ടാപ്പുള്ളിയായ ഒരാളെയാണ് മെഹുൽ ചോക്സ്കിയാണ് ഇപ്പോൾ ഇന്ത്യ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശ്രീജ, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ NIA കസ്റ്റഡിയിൽ തുടരുന്നു. NIA കസ്റ്റഡിയിലുള്ള കൊച്ചി സ്വദേശിയിൽ നിന്നും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. റാണയെ ദിവസം 10 മണിക്കൂർ വരെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നതായാണ് വിവരം. ഡൽഹിയിലെ CGO കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന NIA ആസ്ഥാനത്തെ അതീവ സുരക്ഷാ സെല്ലിലാണ് 64-കാരനായ തഹാവൂർ റാണയെ പാർപ്പിച്ചിരിക്കുന്നത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവും. ഡൽഹിയിലെത്തുന്ന തേജസ്വി യാദവ് മല്ലികാർജ്ജുൻ ഖർഗെയുമായി ചർച്ച നടത്തും. അതിനിടെ മുൻ കേന്ദ്രമന്ത്രി പശുപതി പരസിന്റെ RLSP NDA വിട്ടു. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ബീഹാറിലെ പ്രത്യേകിച്ച് വഖഫ് നിയമ ഭേദഗതി വന്നതിന്റെ കൂടി ഒരു സ്വാധീനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് നിർണയ ചർച്ചകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരുമല്ലോ. എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ? ശ്രീജ, 2020 ബീഹാറിൽ നേരിയ വ്യത്യാസത്തിനാണ് മഹാസഖ്യത്തിന് അധികാരം നഷ്ടപ്പെട്ടത്. കാരണം കണക്കുകൾ നോക്കുകയാണെങ്കിൽ RJD തന്നെയായിരുന്നു അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. അതായത് ഭരണം പിടിച്ച NDA സഖ്യത്തേക്കാൾ, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് BJPക്കായിരുന്നു. അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ, BJPക്ക് 74 സീറ്റായിരുന്നെങ്കിൽ RJDക്ക് 75 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് അന്ന് വളരെ കുറവായിരുന്നു. കോൺഗ്രസ് അന്ന് മത്സരിച്ച സീറ്റുകൾ ഏതാണ്ട് 27% മാത്രമാണ് വിജയിച്ചത്. 19 സീറ്റുകൾ മറ്റും നേരിയ സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. അന്ന് ആ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ മോശം പ്രകടനമായിരുന്നു. അന്ന് ആ സഖ്യത്തിലുണ്ടായിരുന്ന ഇടതു പാർട്ടികളൊക്കെ തന്നെ താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കോൺഗ്രസ് ആണെന്ന് മോശം പ്രകടനം കാഴ്ചവെച്ചത്. ഇപ്പോൾ ഏതായാലും നേരത്തെ കൂട്ടി ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഈ സഖ്യം. തേജസ്വി യാദവ് ഡൽഹിയിലുണ്ട്. തേജസ്വി യാദവ് ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. ഈ സീറ്റുകൾ സംബന്ധിച്ച കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് RJD നേതാക്കൾ. ഏതായാലും RJD ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഈ സഖ്യകക്ഷികളിലൊക്കെ തന്നെ കൂടുതൽ സീറ്റുകൾ നൽകുമ്പോൾ അതിൽ പരാജയപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ സീറ്റുകളിൽ പാർട്ടി മത്സരിക്കുക എന്ന നിലപാട് RJDക്കുണ്ട്. ഏതായാലും ഇന്നത്തെ ചർച്ചകൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ
അന്തിമ ധാരണയിലേക്ക് കടന്നില്ലെങ്കിൽ പോലും ഒരു പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമിടുന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, അടുത്ത ദിവസം ഖർഗെ ബീഹാറിലെത്തുകയും റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രചാരണത്തിന് കൂടി ഇപ്പോൾ മഹാസഖ്യം തുടക്കമിടുകയാണ്. അതിനിടയിലാണ് NDAയിലെ സഖ്യകക്ഷി ആയ പ്രധാനപ്പെട്ട സഖ്യകക്ഷി എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് രാംവിലാസ് പാസ്വാൻ അന്തരിച്ച ശേഷം ആ ക്യാബിനറ്റിൽ അദ്ദേഹത്തിന് പകരക്കാരനായി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മകനെ ഉൾപ്പെടുത്തുമെന്നാണ്. പക്ഷേ ചിരാഗ് പാസ്വാൻ അല്ല ഉൾപ്പെടുത്തിയത്, പകരം സഹോദരനായ പശുപതി പരസിനെയാണ് ഉൾപ്പെടുത്തത്. പക്ഷേ പശുപതി പരസ് ഇപ്പോൾ NDA വിട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി വലിയ അവഗണന BJPയുടെ ഭാഗത്ത് നിന്ന് തുടരുന്നു. അതുകൊണ്ടാണ് താനിപ്പോൾ സഖ്യം വിടുന്നതെന്നാണ് പ്രഖ്യാപിച്ചത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബീഹാറിൽ അല്ലെങ്കിൽ പശുപതി പരസിനോടുള്ള സമീപനത്തിൽ BJP മാറ്റം വരുത്തുകയും പകരം രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന് തന്നെ കൂടുതൽ സീറ്റുകൾ നൽകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പശുപതി പരസിനാകട്ടെ സീറ്റ് നൽകുകയും ചെയ്തിരുന്നില്ല. അതിനുശേഷം ഇങ്ങോട്ട് BJPയുമായി അകന്നു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പശുപതി പരസ് ഇപ്പോൾ NDA വിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതും എല്ലാ സീറ്റിലും മത്സരിക്കും, സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. US ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ പ്രതികാര താരിഫുകൾ ജൂലൈ 14 വരെ നിർത്തിവെക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. 21 ബില്യൺ യൂറോ വിലമതിക്കുന്ന US ഉൽപ്പന്നങ്ങൾക്ക് ഇതോടെ ഇളവ് ബാധകമാകും. ഏപ്രിൽ 2 ട്രംപ് കർശനമായ താരിഫ് നിരക്ക് ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയന് 20% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി മാരോ സെഫ്കോവിച്ച് ചർച്ചകൾക്കായി വാഷിംഗ്ടണിലുണ്ട്. US തീരുവകൾ അന്യായമാണെന്ന് കരുതുന്നതായും ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ഇത് ബാധിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ കോടതി തനിക്കെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ ബ്രിട്ടീഷ് മന്ത്രി തുലിപ് സിദ്ദിഖ്. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അനന്തരവളാണ് തുലിപ് സിദ്ദിഖ്. നിയമവിരുദ്ധമായി ഭൂമി കൈക്കലാക്കിയെന്നാരോപിച്ചുള്ള കേസിലാണ് അറസ്റ്റ് വാറണ്ട്. തുലിപ് സിദ്ദിഖ് ഉൾപ്പെടെ 53 പേർക്കെതിരെ ധാക്കയിലെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു. ചരിത്രം കുറിക്കുകയാണ് ഒരു വനിതാ ബഹിരാകാശ സംഘം. ബ്ലൂ ഓറിജിന്റെ NS-31 വിജയകരമായി ദൌത്യം പൂർത്തീകരിച്ചു. പോപ്പ് ഗായിക കാറ്റി പെറി ഉൾപ്പെട്ട സംഘമാണ് 11 മിനിറ്റ് ബഹിരാകാശ അതിർത്തിയിൽ സഞ്ചരിച്ച് മടങ്ങിയെത്തിയത്. നക്ഷത്രങ്ങളെ സ്നേഹിച്ച വനിതകൾ മോഹങ്ങൾക്ക് അതിരുകൾ വേണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ബ്ലൂ ഒറിജിൻ ന്യൂ ഷെപ്പേർഡ് മിഷൻ ദൗത്യം പൂർണ്ണ വിജയം. NS-31 ക്രൂവിൽ 6 വനിതകൾ. ഗായിക കേറ്റി പെറി, അമേരിക്കൻ പത്രപ്രവർത്തക ഗെയിൽ കിങ്, നാസയിലെ മുൻ ശാസ്ത്രജ്ഞ ആയിഷ ബോബ്, പൗരാവകാശ പ്രവർത്തക അമാൻഡ ന്യൂയൻ, ചലച്ചിത്ര നിർമ്മാതാവ് കരിൻ ഫ്ലിൻ, മാധ്യമപ്രവർത്തകയായ ലോറൻസ് സാഞ്ചസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. എന്തൊരത്ഭുതകരമായ ലോകം എന്നായിരുന്നു മടങ്ങിയെത്തിയ കേറ്റി പെറിയുടെ പ്രതികരണം. I feel super connected to love. So connected to love. I think this experience has shown me you never know how much love is inside of you, like how much love you have to give and how loved you are until the day you launch. ബ്ലൂ ഒറിജിൻ ബഹിരാകാശ കമ്പനി ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സബ് ഓർബിറ്റൽ റോക്കറ്റ് സംവിധാനമാണ് ന്യൂ ഷെപ്പേർഡ്. ബ്ലൂ ഒറിജിൻ NS-31 പൈലറ്റില്ല. വെസ്റ്റ് ടെക്സാസിൽ നിന്നും പ്രാദേശിക സമയം രാവിലെ 8:30 റോക്കറ്റ് ഉയർന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബഹിരാകാശ അതിർത്തിയായ കാർമൻ രേഖയ്ക്ക് മുകളിലൂടെ സംഘം യാത്ര ചെയ്തു. അവിടെ അവർ കുറച്ചു നിമിഷങ്ങൾ ഭാരമില്ലായ്മ എന്തെന്ന് അനുഭവിച്ചറിഞ്ഞു. ന്യൂസ് ഡെസ്ക്, News 18. പാലക്കാട് കല്ലടിക്കോട് മീൻവല്ലം ഭാഗത്ത് ആനയിറങ്ങി. കൂമൻകുണ്ട് ഭാഗത്ത് ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു ഒറ്റയാന ഇറങ്ങിയത്. വിഷുദിനമായ ഇന്നലെ മീൻവല്ലത്ത് നിരവധി സഞ്ചാരികൾ എത്തിയിരുന്നു. തുടർന്ന് 3:30 ഈ ഭാഗത്തേക്ക് സഞ്ചാരികൾക്കുള്ള പ്രവേശനം നിരോധിച്ചു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ്. ഗതാഗത കുരുക്കിൽ വലയുകയാണ് മലപ്പുറം വളാഞ്ചേരി ടൗൺ. ഇതോടെ ഇവിടെ വളാഞ്ചേരി ടൗണിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യമാണ്. ദൂരയാത്രക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ പാലത്തിലൂടെ പോകണമെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു. വളാഞ്ചേരി ടൗൺ കടക്കണമെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടണം.
പലപ്പോഴും മണിക്കൂറുകളാണ് യാത്രക്കാർ കുരുക്കിൽ വലയുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്നവർ ഇതോടെ പ്രയാസത്തിലാകും. പ്രശ്നത്തിൽ പരിഹാരം കാണാനായാണ് നിയന്ത്രണം. ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRL-ലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ വയഡക്ട് പാലം ഗതാഗതത്തിന് തുറന്നു നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ, തൃശൂർ, എറണാകുളം, കുന്നംകുളം, കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ പാലത്തിലൂടെ യാത്ര ചെയ്യണമെന്നാണ് നിർദ്ദേശം. വട്ടപ്പാറയിലെത്തിയാൽ ഇടത്തോട്ട് തിരിഞ്ഞ് പാലത്തിലേക്ക് എത്താനാകും. ദേശീയപാത പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അത് മേൽപ്പാലം വയഡക്റ്റ് അതിൻ്റെ എഞ്ചിനീയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന തൃശ്ശൂർ, എടപ്പാട്, കുറ്റിപ്പുറം, എറണാകുളം, കൊല്ലം, കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പാലം വഴി വിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ പരിഷ്കാരം ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം ചിറയൻകീഴ് പെരുങ്ങുഴിയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. നിലവിൽ പെരുങ്ങുഴി റെയിൽവേ സ്റ്റേഷന് സമീപം വലിയ ഗതാഗത കുരുക്കുണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തുന്നത്. തിരുവനന്തപുരം കൊല്ലം പാതയിലാണ് പെരുങ്ങുഴി റെയിൽവേ സ്റ്റേഷൻ. ഒരു ദിവസം ഇതുവഴി കുറഞ്ഞത് 80 ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട്. അത്രയും തവണ ഗേറ്റ് അടഞ്ഞു കിടക്കും. ചില സമയം 2 ട്രെയിനുകൾ കടന്നു പോകേണ്ടി വരുമ്പോൾ ദീർഘനേരം ഗേറ്റ് അടച്ചിടും. വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർ ഗേറ്റിന് ഇരുവശത്തുമായി വാഹനങ്ങളിൽ ഏറെ നേരം കാത്തുകിടക്കണം. പെരുങ്ങുഴി മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും പൊതുമരാമത്ത് കടവിൽ പോകുന്ന റോഡിലാണ് റെയിൽവേ ഗേറ്റ് ഉള്ളത്. ഈ റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, മറ്റ് ജനവിഭാഗങ്ങൾ ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. സമയബന്ധിതമായി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല, വിദ്യാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, മറ്റുള്ള ഓഫീസുകളിൽ പോകാൻ പറ്റുന്നില്ല. വളരെ കഷ്ടത അനുഭവിക്കുന്നു. വാഹനയാത്രക്കാരുടെ സമയം കവർന്നെടുക്കുന്ന പെരുങ്ങുഴിയിലെ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി യാത്ര ചെയ്യാൻ അടിപ്പാത നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കയർ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും അടക്കം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. തൊണ്ടും ചകിരിയും കയറ്റിയ ലോറികൾ ഈ ഗേറ്റ് വഴിയാണ് പോകേണ്ടത്. പെരുങ്ങുഴിയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന് കാട്ടി പഞ്ചായത്ത് പാസാക്കിയ പ്രമേയം മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, റെയിൽവേ ഡിവിഷൻ സീനിയർ ഫിനാൻസ് മാനേജർ എന്നിവർക്ക് കൈമാറിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. റെയിൽവേ ലൈനും ഗേറ്റും പ്രദേശത്തെ രണ്ടായി വേർതിരിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 പെരുങ്ങുഴി. പുതുതലമുറയിലെ പ്രതിഭകളെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി അവർക്ക് ഏറ്റവും അനുയോജ്യമായ കായിക ഇനത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട് ഇടുക്കിയിൽ. അവരെയാണ് ഇനി രാവിലെയിൽ പരിചയപ്പെടാൻ പോകുന്നത്. മെഡിറ്റേഷനിലും പ്രാഥമിക വ്യായാമ മുറകളിലും തുടങ്ങി ഓട്ടവും ചാട്ടവും ക്രിക്കറ്റും ഫുട്ബോളും ജൂഡോയുമൊക്കെയായി ഈ അവധിക്കാലം ആഘോഷമാക്കുകയാണ് നെടുങ്കണ്ടത്തെ കുട്ടികൾ. കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനൊപ്പം നവപ്രതിഭകളെ കണ്ടെത്തുക എന്നതുമാണ് പരിശീലന കളരി ലക്ഷ്യം വെക്കുന്നത്. മൊബൈൽ ഫോണിന്റെയും ലഹരിയുടെയും ഒക്കെ പിടിയിൽ നിന്നും പുതുതലമുറയെ അകറ്റി സ്പോർട്സ് എന്ന ലഹരിയിലേക്ക് നയിക്കുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കായിക വിനോദങ്ങൾ തിരഞ്ഞെടുക്കാനും അതിൽ നമുക്ക് അവധിക്ക് ശേഷം തുടർ പരിശീലനം കൊടുക്കാനുമാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരവധി കുട്ടികളാണ് 5 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള 100ഓളം കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നെടുങ്കണ്ടം സ്പോർട്സ് അക്കാദമിയാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ കായിക ഇനത്തിലും പാഠങ്ങൾ പകർന്നു നൽകാൻ മികച്ച പരിശീലകരുണ്ട്. സമ്മർ ക്യാമ്പിന് ശേഷം ടാലന്റ് ഹണ്ട് നടത്തി വ്യത്യസ്ത കായിക ഇനങ്ങളിൽ തുടർ പരിശീലനം ലഭ്യമാക്കും. കുട്ടികൾക്ക് ഈ 2 മാസക്കാലം മൊബൈൽ ഫോണിൽ വിമുക്തമാക്കുക, ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സ്പോർട്സ് ടു ഓൾ ആൻഡ് സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യത്തിലാണ് ഈ വർഷത്തെ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏപ്രിൽ മാസം 3-ാം തീയതി ആരംഭിച്ച് മെയ് മാസം 31-ന് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകമായ മൊഡ്യൂൾ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുട്ടികളെയും അവർക്ക് താല്പര്യമുള്ള കായിക ഇനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എത്തുന്നത്. അവധിക്കാലം മുഴുവൻ കളിച്ചുല്ലസിക്കാൻ അവസരം ലഭിച്ചതോടെ കുട്ടികളും സന്തോഷത്തിലാണ്. കുട്ടികൾക്കൊപ്പം കൂട്ടുകൂടാനും നിർദ്ദേശങ്ങൾ നൽകാനും മുതിർന്ന താരങ്ങളുമുണ്ട്. കുഞ്ഞുപിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ജൂഡോ ചെയ്യാനാണെങ്കിലും ഫുട്ബോൾ ചെയ്യാനാണെങ്കിൽ അത്ലറ്റിക്സ്, ക്രിക്കറ്റ് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളത്. രാവിലെ മെഡിറ്റേഷൻ ക്ലാസ്സിലിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നവരെ അതേപടിയാണ് ഇന്ന കളർ കണ്ടോ, ഞാൻ കണ്ടു, അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. നാളെയുടെ കായിക സ്വപ്നങ്ങളിലേക്കാണ് ഈ കുട്ടികളുടെ മുന്നൊരുക്കം. കളിച്ചുല്ലസിച്ച് രാജ്യത്തിന്റെ അഭിമാന താരങ്ങളാകാനുള്ള തയ്യാറെടുപ്പ്.
നെടുങ്കണ്ടത്തെ കായിക കൂട്ടായ്മ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. കുരുന്നു പ്രതിഭകളെ വളരെ ചെറുപ്പത്തിലെ കണ്ടെത്തി അവർക്ക് ഇഷ്ടപ്പെട്ട കായിക ഇനത്തിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ലക്ഷ്യം. ക്രിക്കറ്റിലേക്കും ഫുട്ബോളിലേക്കും ജൂഡോയിലേക്കും അത്ലറ്റിക്സിലേക്കും ഒക്കെ തിരിച്ച് അവർക്ക് അനുയോജ്യമായ കായികത്തിൽ വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം ലഹരി വിമുക്തമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്നതും ഈ കൂട്ടായ്മ ലക്ഷ്യം വയ്ക്കുന്നു. നെടുങ്കണ്ടത്ത് നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. ക്യാച്ച് ദം യങ് എന്നാണ് പറയാറ്. ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടിയുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാനും അതിലേക്ക് അവരെ തിരിച്ചുവിടാനും കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ലഹരി കായികമായ കാര്യങ്ങളൊക്കെ ലഹരിയായി മാറുന്ന ഒരു തലമുറയെ നമുക്കും കിട്ടും. അതോടുകൂടി എന്തായാലും വളരെ സന്തോഷകരമായ ഇടുക്കിയിൽ നിന്നുള്ളൊരു വാർത്ത. ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് വളരെ സ്പെഷ്യലായ ആളുകൾക്കുള്ള ആശംസകളിലേക്ക് പോവുകയാണ്. ആദ്യം എളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടൊരു ഈ ക്ഷീരോൽപ്പന്ന രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. അവിടെ ഈ കമ്പനിയുടെ CEO ആയ DS കോണ്ടയുടെ ജന്മദിനമാണിന്ന്. എളനാട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒപ്പം ന്യൂസ് 18ന്റെയും ജന്മദിന ആശംസകൾ അദ്ദേഹത്തിന്. തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശികളായ അനൂപിന്റെയും അശ്വതിയുടെയും 3ാം വിവാഹ വാർഷികമാണിന്ന്. ന്യൂസ് 18 കേരളം തിരുവനന്തപുരം ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അനൂപ്. അനൂപിനും അശ്വതിക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ഈ ആശംസകളോടെ തൽക്കാലം നമ്മൾ രാവിലെയിൽ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. പതിവ് പോലെ 8 മണിക്ക് നമുക്ക് പോലീസ് പെട്രോളാണ്. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ഒക്കെ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടുവരാം. പ്രധാന വാർത്തകളിലേക്ക് പിന്നീട് മടങ്ങിയെത്താം.